നമസ്കാരം. ഉത്സവത്തിന്റെ കഞ്ഞിയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ? ഉത്സവക്കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ ഓടി വരൂ എന്ന് ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. ചിലർക്കെങ്കിലും തോന്നും ഈ കഞ്ഞി കുടിക്കാനാണോ സൈദ ഇത്രയും കാര്യമായിട്ട് വിളിക്കണേന്ന് കേട്ടോ. ഇങ്ങനെ തോന്നിയ ഒരാളുണ്ട്. ഇപ്പൊ നമുക്കാർക്കും തോന്നിയില്ലെങ്കിലും ഇങ്ങനെ തോന്നിയ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു അത്രേ ഇവിടെ. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അദ്ദേഹം ഒരു വാദ്യകലാകാരനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വാദ്യകലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉത്സവകാലത്ത് ഇവിടെ ഗുരുവായൂരപ്പന്റെ മുൻപിൽ ശിവേലിക്ക് വാദ്യകലാകാരനായതുകൊണ്ട് തന്നെ വന്ന് പങ്കെടുക്കാറുണ്ട്. ഉത്സവ ശിവേലി പ്രധാനാണല്ലോ, എല്ലാ ദിവസവും 2 നേരം കാഴ്ച ശിവേലി ഉണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നു. അങ്ങനെ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെ വാദ്യകലാകാരന്മാരെ വന്നാൽ അവർക്ക് ക്യൂ നിൽക്കാതെ ദർശന സൗകര്യവും ഉണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ നിൽക്കാതെ തന്നെ കഴിക്കാനും പറ്റും, അതായത് ഈ കഞ്ഞിയും പുഴുക്കും ഒക്കെ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അന്നത്തെ ദിവസത്തെ ഈ ശിവേലിയുടെ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ തൊട്ട് കൂടെ ഉണ്ടായിരുന്ന കലാകാരൻ വിളിച്ചിട്ട് നമുക്ക് കഴിച്ചിട്ട് വരാൻ വേട്ടാ, കഞ്ഞി കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട എന്ന്. രണ്ടാമത് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആർക്ക് വേണടാ ഈ കഞ്ഞി? ഞാൻ എല്ലാ ദിവസവും കഞ്ഞി കുടിക്കുന്ന ആളാണ്, വീട്ടിൽ കഞ്ഞിയാണ്, ഇവിടെ വന്നിട്ട് ഇനി കഞ്ഞി കുടിക്കണോ? ഞാൻ വല്ല ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കുകയുള്ളൂ, എനിക്ക് ഈ കഞ്ഞിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കഴിച്ചില്ല, നിർബന്ധിച്ചിട്ടും ഇദ്ദേഹം കഴിച്ചില്ല. ഇദ്ദേഹം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ വർഷത്തെ ഉത്സവം അവസാനിച്ച് തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അദ്ദേഹം ഒരു തുള്ളി വെള്ളമാണ് കുടിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ത്രോട്ട് പെയിൻ ആണ്, എന്താണെന്ന് മനസ്സിലാവാത്ത ബുദ്ധിമുട്ട്, തൊണ്ടവേദന, വെള്ളം ഇറക്കാൻ സാധിക്കാതെ വന്നു. ആ സമയത്താണ് ഈ കൂടെ ഉണ്ടായിരുന്ന കലാകാരൻ ഒരു തോന്നല്, ഇത് ഗുരുവായൂരപ്പന്റെ കഞ്ഞി നിഷേധിച്ചത് കൊണ്ട് വന്നതാണോ എന്ന്. അദ്ദേഹം ഉടനെ തന്നെ ഈ കലാകാരനോട് പറയുന്നതിന് പകരം ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഉണ്ട് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഇദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു എനിക്ക് കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അത് ഈ രീതിയിലല്ല ഇനും പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആ ഗുരുനാഥൻ വന്ന് ശിഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് ഗുരുവായൂരെ പോയി ഗുരുവായൂരപ്പനെ കണ്ടോളൂ, ഇതില്ല എങ്കിൽ വെള്ളം ഇറങ്ങല് ഈ ജന്മം ഉണ്ടാവില്ല എന്ന്. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം ഉടനെ തന്നെ ഒരു പിടിപ്പടം വാരി ഓടി വന്ന് ഗുരുവായൂരപ്പന്റെ മുൻപിൽ പ്രായശ്ചിത്തപ്പടം വെച്ച് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് മാപ്പ് അപേക്ഷിച്ചു എന്നും അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തൊണ്ടയിലെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടിയത് എന്നും ഒരു കഥയുണ്ട്. അപ്പോൾ ഭഗവാൻ ഭക്തവത്സലനാണ്, ഒപ്പം തന്നെ ചെറിയൊരു ദേഷ്യവും ഉണ്ടാവും കേട്ടോ ഇങ്ങനെയൊക്കെ നിഷേധം പറഞ്ഞാൽ.